അന്വേഷണങ്ങൾ സംശയാസ്പദമായി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ സൈസാക്കാനുള്ള പോക്കാണ് ഈ പോകുന്നത്. അപ്പൊ എന്നെ ബന്ധപ്പെടുന്ന നേതാക്കന്മാർ പിന്നെയും പറയും, എന്ത് പത്രസമ്മേളനം നിർത്തിയെന്ന്, നിങ്ങൾ പറഞ്ഞൊക്കെ നടന്നില്ലേന്ന്, പത്രസമ്മേളനം നിർത്തി ഇങ്ങനെ പറയും. അപ്പൊ ഇത് എനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഇത്ര ശക്തമായി പ്രഷർ ഇട്ടുകൊണ്ട് പത്രസമ്മേളനം നടത്തിയത്. ഇതിലൊരു കള്ളനുണ്ടെങ്കിൽ ആ കള്ളൻ പുറത്തിറങ്ങണം. എനിക്ക് ഈ പറയുന്ന കുറെ ഡിവൈഎസ്പിമാരെയും എസ് പിമാരെയും മറ്റവന്റെ കാലിൽ തൂങ്ങാനല്ലേ ഇല്ലോ സുജിദാസ്, ഇതെല്ലാം കൂടെ എനിക്ക് ഭയങ്കര സ്വാധീനമില്ലേ. എനിക്കിങ്ങനെ ആഘോഷിച്ച് ഭരിച്ചൂടെ. ഞാൻ അപ്പോൾ ഈ പാവപ്പെട്ട സഖാക്കളെ കുറിച്ച് ആലോചിച്ച് ഇതിലൊരു കള്ളക്കളി ഉണ്ടല്ലോ, എനിക്ക് സുഖമായിരുന്നു. എനിക്കിപ്പോൾ ഈ ദുരന്തങ്ങളൊക്കെ പാടെ ഏറ്റെടുക്കേണ്ട കാര്യമില്ല. ഞാൻ അപ്പോഴും പാർട്ടി ആലോചിച്ച്, ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ ആലോചിച്ചത്, ഈ പോലീസിന്റെ കള്ളക്കളിയെ കുറിച്ച് ആലോചിച്ചത്. ഞാൻ തൃപ്തനായില്ല. അപ്പോഴും എൻ്റെ ഉപബോധ മനസ്സ് എന്നോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുക പ്രശ്നങ്ങളുണ്ട് എന്ന്. അതിലാണ് നിരന്തരമായി ഞാൻ പത്രസമ്മേളനം നടത്തിയത്. ആ പൂച്ച ഛർദിച്ചോ ഇത് നിങ്ങൾ കേട്ടില്ലേ? എന്തായി? ഈ കാര്യങ്ങൾ ഉന്നയിച്ച ഇനി PV Anwar നിലക്ക് നിർത്താൻ യാതൊരു മാർഗമില്ല. അതിനുള്ള വേറെ കാര്യം കേട്ടോ, എനിക്ക് സംശയമായ വേറൊരു കാര്യം, ഇതൊക്കെ അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ 4 ഡോക്യുമെന്റ് ഞാൻ ബഹുമാനപ്പെട്ട DGP കൊടുത്തിരുന്നു. എന്താ ഡോക്യുമെന്റ്? ഈ അജിത് കുമാർ കോടിക്കണക്കിന് രൂപക്ക് വാങ്ങിയ പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ്. അതിലൊരു ഇഞ്ച് മാറാൻ കഴിയില്ല. അന്വേഷിക്കണ്ട, ഡോക്യുമെന്റ് മാത്രം നോക്കിയാൽ മതി. ഇപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന മറ്റേ ഡോക്യുമെന്റ്. അപ്പോൾ ഇതിങ്ങനെ നോക്കുമ്പോൾ ഈ അന്വേഷണമൊക്കെ നടക്കുന്നു. പിന്നെ കാണുന്നല്ല, വിജിലൻസ് അന്വേഷണത്തിന് 6 മാസം സമയം കൊടുത്തു. അപ്പം എനിക്ക് കംപ്ലീറ്റ് ആയി. കാരണം ഇത് എവിഡന്റ് ആണ്. ഇതിന് 4 ദിവസം മതി. തിരുവനന്തപുരം അങ്ങാടിയിലെ ഈ പറയുന്ന സെക്രട്ടേറിയറ്റിന്റെ ചുറ്റുമാണ് ഈ സ്ഥലങ്ങൾ. അതിന്റെ ഡോക്യുമെന്റാണ് കൊടുത്തിട്ടുള്ളത്. ആ സ്പോട്ടിൽ സസ്പെൻഡ് ചെയ്യാം, സ്പോട്ടിൽ. അതും കൂടെ ചെയ്യാതായപ്പോൾ എന്തായി? എനിക്ക് ഉറപ്പായി ഇനിയിപ്പോൾ ഈ 2 ഡോക്യുമെന്റ് നമുക്ക് ഡോക്യുമെന്റ് കിട്ടിയിട്ടില്ല, പത്രക്കാർക്ക് തരാനുള്ളതാണ്. നിങ്ങളത് മനസ്സിലാക്കണം. ഈ ചങ്ങാതി, ഈ എന്താ പറയുക, മഹാനായ സത്യസന്ധനായ ഏറ്റവും നല്ല ആത്മാർത്ഥതയുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനായ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ചങ്ങാതി ഈ സാധനം വാങ്ങിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഈ 33,80,017 രൂപ ഒരു പൈസന്റെ ചെക്കില്ല, ക്യാഷ്. 33,80,100 രൂപ അജിത് കുമാർ പൈസ കൊടുക്കുക. ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഡോക്യുമെന്റാ. അജിത് കുമാർ ആയതുകൊണ്ടാണ്. ഇവിടെയാണ് അധികാര ദുർവിനിയോഗം. ഇതിനൊന്ന് ഡിസ്മിസ് ചെയ്യപ്പം, മനസ്സിലായോ? ഈ ഡോക്യുമെന്റ് വാങ്ങുന്നു, 10 ദിവസം കൊണ്ട് എല്ലാ പേപ്പറും കിട്ടുന്നു, അത് കഴിയുന്നു. പിന്നെന്താ ചെയ്തത്? 10ാമത്തെ ദിവസം 2016 ഫെബ്രുവരി 29 19 വാങ്ങുന്നു, 29 വെക്കുന്നു. എത്രക്കാ? 65 ലക്ഷം രൂപയ്ക്ക് ഫുള്ള് പൈസ. റിസീവ്ഡ് 65 lakhs ക്യാഷ്. ഈ സാധനം കൊടുത്തത് DGPക്ക്. ഇവനെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി താലോലിച്ച് താളത്തിൽ വെച്ച് നടക്കുന്നത്. ഇതിനപ്പുറമുള്ള തെളിവെന്താ വേണ്ടത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്യാലോ. എന്താ സസ്പെൻഡ് ചെയ്യാത്തത്? മകനും മരുമകനും നമ്മൾ അദ്ദേഹത്തിന് മാറുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിക്കണം. സ്വന്തം മകനാണോ മരുമകന്റെ രീതിയിലുള്ള അങ്കിൾ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനിതൊക്കെ കേട്ടപ്പോൾ വെറുതെ വിചാരിച്ചിരുന്നു, മനസ്സിലായോ? അങ്കിൾ. പാർട്ടി സഖാക്കൾ പരിശോധിച്ചോട്ടെ, നേതാക്കൾ പരിശോധിക്കട്ടെ, എങ്ങോട്ടൊക്കെ ഈ പോക്ക്. എന്നിട്ട് എന്താ എൻ്റെ ബാരിക്കേഡ്? പാർട്ടി ലൈൻ. പ്രിയപ്പെട്ട സഖാക്കൾ, എന്താണ് ഈ പാർട്ടി? നമുക്ക് അതൊന്ന് പറയാം. പാർട്ടി ലൈനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ നേതാക്കന്മാർ. എന്താണ് ഈ പാർട്ടി? ഈ പാർട്ടി എന്തിനു വേണ്ടിയിട്ടുണ്ടായതാ? ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. ഈ നാട്ടിലെ സാധാരണക്കാർക്കും പാവങ്ങൾക്കും തൊഴിലാളികൾക്കും കഷ്ടപ്പെടുന്നവർക്കും നീതി നിഷേധിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തി അവരെ നീതി ഉറപ്പുവരുത്തി കൊടുക്കാനും സമൂഹത്തിലെ അവരുടെ പിന്നോക്കാവസ്ഥ മാറ്റി സമൂഹത്തിന്റെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരിക. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിസ്ഥാനപരമായ തത്വം. ഞാൻ കമ്മ്യൂണിസം പഠിച്ചിട്ടില്ല. 95% സഖാക്കളും കമ്മ്യൂണിസം പഠിച്ചിട്ടാ. മാർക്സും ഏംഗൽസും കാണാതെ പഠിച്ചിട്ടാണോ കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ളത്? ഒരിക്കലുമല്ല. ഈ പാർട്ടിയുടെ അടിസ്ഥാനപരമായ നയം ഈ പാവങ്ങളെ സ്നേഹിക്കുകയാണ്. മറ്റവരെക്കാട്ടിലും നല്ലത് ഇവരാണ്. അത് പല ഘട്ടങ്ങളിലായി തെളിയിച്ചിട്ടുള്ള ഒരു പാർട്ടിയാണ്. ആ ഒരു ഉദ്ദേശം, വർഗീയതക്കെതിരെ
ശക്തമായ നിലപാടെടുക്കുന്ന പാർട്ടി. ഇന്ന് ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവർ തർക്കില്ല. ആ 3-4 ആദർശത്തിന് ബേസ് ചെയ്തിട്ടാണ് ഈ പാർട്ടി നിൽക്കുന്നത്. അതാണ് പാർട്ടി. ആ പാർട്ടി അണികൾക്ക് വേണ്ടിയാണ് ഈ പാർട്ടി നേതൃത്വം പ്രവർത്തിക്കേണ്ടത്. ആ സീമകളാണ് ലംഘിക്കാൻ പാടില്ലാത്തത്. എന്നാൽ പാർട്ടി എന്ന് പറഞ്ഞ് ഇവരെ മുഴുവൻ ഭീഷണിപ്പെടുത്തി ഒരഭിപ്രായ സ്വാതന്ത്ര്യവും ഒരു പാർട്ടി നേതാവിനും ഉച്ചരിക്കാൻ കഴിയാത്ത വിധം. ഇപ്പൊ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഗോവിന്ദ മാഷ്